കോട്ടയം നഗരസഭയിൽ സർവീസ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പെൻഷൻ സീറ്റിൽ അതിന് എല്ലാ കാര്യങ്ങളും ക്ലർക്ക്, അതുപോലെ സൂപ്രണ്ട്, PA2 സെക്രട്ടറി എന്നിവർ പരിശോധിച്ച് തന്നെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കൊല്ലം കോർപ്പറേഷനിൽ ഇതിനു മുൻപ് ഇതുപോലെ ഒരു ക്രമക്കേട് ഇദ്ദേഹത്തിന്റെ പേരിൽ കണ്ടെത്തുകയും പിന്നീട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിന്നീട് ഇദ്ദേഹം നിയമനത്തിലേക്ക് വരികയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നഗരസഭയിൽ വന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു പരാതിയും ലഭിച്ചിട്ട് സെക്രട്ടറിക്കോ വേറെ ആരും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് കൂടുന്ന മീറ്റിങ്ങുകളിലും സെക്രട്ടറി ഇതുപോലെ ഒരു വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ഇത് ഇത്രയും ആളുകൾ ക്ലർക്ക്, അതുപോലെ ഇവരെല്ലാവരും പരിശോധിച്ച് ക്ലർക്കും സൂപ്രണ്ടും PA2 സെക്രട്ടറി എന്നിവർ പരിശോധിച്ച് മാത്രം വരുന്ന ഒരു സീറ്റ് ആയതുകൊണ്ടാണ് പെൻഷൻ സീറ്റ് ഇദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തത്. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഇത്രയും വലിയൊരു ക്രമക്കേട് കാണിച്ചിട്ടും ഇദ്ദേഹത്തെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും നിയമനം നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എനിക്ക് വ്യക്തമായിട്ടും പറയുവാനുള്ളത്. അതുപോലെ ഇപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായ കാര്യങ്ങൾ വരുന്നില്ല. ഇതൊരു ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറിയെ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ച് പാസ്സായി വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടും നടപടി എടുക്കുന്നതിനും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതും അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ചെക്കിൽ ഒപ്പിട്ട് പോകുന്നതും സെക്രട്ടറി മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഓഡിറ്റ് വിഭാഗത്തിന് പോലും ഇതുപോലെ ഒരു ന്യൂനത കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റീ ഓഡിറ്റ് ചെയ്യുവാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുത്തതിൽ മുഖം നോക്കാതെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. മുഖം നോക്കാതെ തന്നെ ഇതിനുള്ള നടപടി എന്ത് തന്നെ ആയാലും അതിന് തക്ക ശിക്ഷ അവർക്ക് ലഭിച്ചേ പറ്റൂ. അത് തന്നെയാണ് നമ്മുടെ ഭരണസമിതിയുടെയും കൗൺസിലും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ആര് വീഴ്ച വരുത്തിയോ അവർക്കെല്ലാവർക്കും എതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് നഗരസഭാ കൗൺസിലും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എനിക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് അത് BJP LDF ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ട് അവരുണ്ടാക്കുന്ന ഓരോ പ്രചരണങ്ങളാണ്. കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല അവർ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്. ഇപ്പോൾ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് എന്നെ ഇൻഫോം ചെയ്യേണ്ടതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് അദ്ദേഹം ഇവിടെ നിന്നും ട്രാൻസ്ഫർ ആയി പോയി. ഇപ്പോൾ എന്നിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളോട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലെ ഒരു ക്രമക്കേട് ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടുള്ളതാണെന്നോ ഒന്നും സെക്രട്ടറി ധരിപ്പിച്ചിരുന്നില്ല.